എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചില്ലി ഗോബി റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെയും പ്ലെയിൻ റൈസിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ചില്ലി ഗോബി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു കോളിഫ്ലവറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇലകളും ഇതൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറിയ അല്ലികളാക്കി അടർത്തി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നതിന് ശേഷം ഇത് 2-3 പ്രാവശ്യം പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകി പിന്നെ ഞാൻ നല്ല ചൂട് വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈ ഇതളുകളാക്കിയത് അതിനകത്തേക്ക് ഇട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു 2-3 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിതൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് നല്ല ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ വല്ലാതെ ലൂസും ആയി പോരുത്, വല്ലാതെ തിക്കും ആയി പോരുത്. ഒരു സെമി തിക്ക് പാകത്തിന് നമുക്കിതൊന്ന് ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, മുഴുവനും ചേർത്തിട്ടില്ല. അപ്പോൾ അതാ ഈ ഒരു പാകത്തിനായി വന്നിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. ഈ ഒരു പാകം മതി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്ക് ആ കോട്ടിങ് എത്തുന്ന രീതിയിലൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഒന്ന് അടച്ച് വയ്ക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിനകത്ത് കോട്ടിങ്ങൊക്കെ പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കോളിഫ്ലവർ പുറത്തേക്ക് എടുത്തു. ഇതിനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോ പീസസ് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇടേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ബാച്ചായിട്ട് വറുത്തെടുക്കാം. എല്ലാവരും കൂടി ഒരുമിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആകെ കട്ട ഊത്തി പോവും. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട് ഒരു സൈഡ്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ 2 സൈഡും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ കോളിഫ്ലവറും ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചില്ലി ഗോബി ആക്കി എടുക്കാം. അതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്തൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കോളിഫ്ലവർ വറുത്ത എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വല്ലാതെ അങ്ങോട്ട് വഴന്ന് പോകണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതവിടെ വാടി വന്നിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളി ഒന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. അതേപോലെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ.
ഇതിന് നമുക്ക് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വീണ്ടും നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇതിനകത്തിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചില്ലി ഗോബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് സ്പ്രിംഗ് ഒനിയനൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചില്ലി ഗോബി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്